Hi all, welcome you all to Econometrica. I am Kavya. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ്സിനെ കുറിച്ചാണ്. സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ മാത്തമാറ്റിക്കൽ ഏരിയയിലാണ് കൂടുതലായിട്ടും സെറ്റിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ കോമ്പിനേഷൻസിനെ കർവി ലീനിയർ ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് സെറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണം 1 2 3 4. അപ്പൊ ഇതെന്താണ്? ജനറലി നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെന്റേഷൻ ചെയ്യുന്നു. ആ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റേഷൻ ചെയ്യുന്നതിന് എന്താണ് ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ അതിന് ഒരു പാറ്റേൺ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇതിനെ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ABCD എന്ന് എഴുതിയാല് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ആൽഫബറ്റ്സ് ആണ് വരുന്നത്. അങ്ങനെ ഓരോ കമ്പോണൻസിനെയും നമ്മൾ കർവി ലീനിയർ ബ്രാക്കറ്റ്സിൽ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് സെറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സെറ്റ് ഓഫ് ഫ്രൂട്ട്സ്, സെറ്റ് ഓഫ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് ആൽഫബറ്റ്സ് മുതലായവ. ഇപ്പൊ അതേപോലെ തന്നെ ഞാൻ എഴുതുവാണ് 2 4 6 8. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണെന്ന് പറയാം അല്ലെ. ഇനി 1 3 5 ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണെന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ജനറലി ചെയ്യുന്ന എന്താണ്? അവിടെ കളക്ഷൻ ആണ് ബേസിക്കലി നമ്മൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആ കളക്ഷന്റെ ബേസിസിൽ നമ്മൾ ജനറലി എന്ത് ചെയ്യാണ്? ടാബുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബേസിക്കലി കേട്ടിട്ടുള്ളതാണ് സബ് സെറ്റുകൾ എന്നതിനെ കുറിച്ച്. അപ്പൊ സബ് സെറ്റിനെ കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ പാരന്റ് സെറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ അല്ലെങ്കിൽ പാരന്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ അല്ലെങ്കിൽ പാരന്റ് സെറ്റ്. യൂണിവേഴ്സൽ അല്ലെങ്കിൽ പാരന്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂണിവേഴ്സലിനെ യു എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1 2 3 4 ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അകത്ത് നിന്നും നമുക്ക് എന്തെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്പേഴ്സ് മാത്രം തിരഞ്ഞെടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ അല്ലെ പാരന്റ് സെറ്റ്. അതായത് യൂണിവേഴ്സൽ അല്ലെങ്കിൽ പാരന്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ എലിമെന്റ്സ്, എല്ലാ ഒബ്ജക്ട്സും വരുന്ന സെറ്റിനെയാണ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ പാരന്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ അല്ലെങ്കിൽ പാരന്റ് സെറ്റ്. ഇതിന്റെ അകത്ത് നിന്നും എനിക്ക് ഈവൻ നമ്പേഴ്സിന്റെ ഒരു സെറ്റ് എടുക്കണം. അപ്പൊ ഞാൻ അതിന് A എന്ന് പേര് കൊടുത്തു. ഈവൻ നമ്പേഴ്സിന്റെ സെറ്റ് വരുമ്പോൾ ഞാൻ 2 4 ആണ് വരിക അല്ലെ. 2 4. എനിക്ക് ഓഡ് നമ്പറിന്റെ സെറ്റ് വേണം. അപ്പൊ ഓഡ് നമ്പറിന്റെ സെറ്റ് ഏതാ? 1 3 അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ 2 കോമ്പോണന്റ് A B പറയുന്ന വസ്തുക്കൾ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ സെറ്റുകൾ ഉണ്ട് അല്ലെ. ഇവയെ രണ്ടിനെയും നമ്മൾ സബ് സെറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? സബ് സെറ്റ് എന്നുള്ളതായിട്ടാണ് നമ്മൾ ബേസിക്കലി അതിനെ പോസ്റ്റുലേറ്റ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് എംപ്റ്റി സെറ്റ് ഉണ്ട്. എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 4. ഞാൻ പറയാണ് റൈറ്റ് ദ ഈവൻ നമ്പർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 4. 4നേക്കാളും കൂടുതലുള്ള ഈവൻ നമ്പർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈവൻ നമ്പറിന്റെ സെറ്റ് എഴുതാൻ പറ്റുമോ? ഇല്ലാലോ മക്കളെ. കാരണം എന്താ? അവിടെ 4 കൂടുതൽ വാല്യൂ ഞാൻ എഴുതിയിട്ടില്ല അല്ലെ. ഈ ഒരു സെറ്റില് 4ലും കൂടുതൽ വാല്യൂ ഞാൻ എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ബേസിക്കലി എന്താ? ഇത്തരത്തിലുള്ള സെറ്റുകളെയാണ് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. നൾ സെറ്റ് എന്നും പറയാറുണ്ട്. അതിനെ നമ്മളിതാ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ് ഉള്ളത്. ഇനി ഫൈനൈറ്റ് സെറ്റ് ഉണ്ട്. എന്താ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് നമുക്ക് എലിമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനായി സാധിക്കുമെങ്കിൽ അതിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് സേ ഫോർ എക്സാമ്പിൾ അഗെയിൻ ദ സെയിം റിപ്പീറ്റേഷൻ 1 2 3 4 എഴുതി. ഇതിന്റെ അകത്തുനിന്ന് ഞാൻ പറയുന്നു ഈവൻ നമ്പറിന്റെ സെറ്റ് കണ്ടുപിടിക്കാൻ 2 4 2 4. അപ്പൊ നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെയാണ് എന്തായി പറയുന്നത്? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. വളരെ കൃത്യമായി, വളരെ കൃത്യതയോട് കൂടിയുള്ള പോസ്റ്റുലേഷനിലൂടെ എനിക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നു. സോ അത്തരത്തിലുള്ള സെറ്റുകളാണ്
ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇൻഫൈനൈറ്റ് സെറ്റ് ഉണ്ട്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്താ പറഞ്ഞ ഞാൻ പറയാം നിങ്ങളോട്, റൈറ്റ് ഓൾ ഈവൻ നമ്പേഴ്സ്. 2, 4, 6 അത് ഏത് വേണമെങ്കിലും ആവാം അല്ലെ, എത്ര വരെ വേണമെങ്കിലും ആകാം. അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ലാതെ അത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പേർപ്പസിലേക്ക് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now comes equivalent set. Equivalent set എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പാരന്റ് സെറ്റ് എഴുതി 1, 2, 3, 4, 5, 6. സോറി, ഇതിന്റെ അകത്തുനിന്ന് ഈവൻ നമ്പറിന്റെ ഒരു സബ്സെറ്റ് എഴുതുന്നു 2, 4, 6. ഓഡ് നമ്പറിന്റെ ഒരു സബ്സെറ്റ് എഴുതുന്നു 1, 3, 5. ഇവിടെ നോക്കിക്കേ, എയിലുള്ള എലിമെന്റും ബിയിലുള്ള എലിമെന്റ്സും സെയിം ആണ് കൗണ്ട്. അതായത് എയിലും 3 എണ്ണാണുള്ളത്, ബിയിലും 3 എണ്ണാണുള്ളത്, എയിലും 3 എണ്ണാണുള്ളത്, ബിയിലും 3 എണ്ണാണുള്ളത്. അപ്പൊ എലിമെന്റ്സിന്റെ കൗണ്ട് സെയിം ആണ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റുന്നതാണ് എന്ത്, ഈക്വൽ സെറ്റ് എന്നതിനെ കുറിച്ച്. സബ്സെറ്റ്സ് നമ്മൾ ജനറലി ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇനി അടുത്ത നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇനി 2 സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ സെറ്റ്സിനെ നമുക്ക് ഒരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. അത്തരത്തിലുള്ള സെറ്റ്സിനെയാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് എ ബി ആണ്. ഓക്കെ, അതിൽ തന്നിരിക്കുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് എ ബി ആണ്. ബി പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട് 1, 2 ആണ്, 1, 2, 3 ആണ്. അപ്പൊ ഇവിടെ എലിമെന്റ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇത് ആൽഫബറ്റും ഇത് നമ്പർ എൻ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഇതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായി പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള സെറ്റിനെ നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റുകൾ എന്നാണ് പറയുക. നമുക്ക് ആദ്യത്തെ എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അല്ലെ, അതിന്റെ അകത്ത് കോമൺ ആയിട്ട്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ എലിമെന്റ് മാത്രം വരിക എന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് തരണു 1, 2, 3 റൈറ്റ് ആൻഡ് ഈവൻ നമ്പർ. അപ്പൊ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 2, ഒരൊറ്റ എലിമെന്റ് അല്ലേ ഉള്ളൂ. അങ്ങനെ ഒരൊറ്റ എലിമെന്റ് മാത്രം വരുന്നതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്നാണ് പറയുക. പിന്നെ നമ്മൾ പഠിച്ചത് ഫൈനൈറ്റ് സെറ്റ് അല്ലെ. കൃത്യമായിട്ട് നമ്മളോട് പറയാ ഈ സെറ്റിന്റെ അകത്തുനിന്ന് ഈവൻ നമ്പർ എഴുതൂ. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയല്ലോ. യെസ്. ഈക്വലന്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എലിമെന്റ്സ് സെയിം ആവുക അല്ലെ. അതായത് 1, 2 പിന്നെ എലിമെന്റ്സിന്റെ കൗണ്ട് 3, 4. അപ്പൊ നമുക്ക് ഇവിടെ സെയിം ആയി വന്നു. ഇവിടെ നമുക്ക് അതിന് എന്ത് പറയാം, ഇക്വലന്റ് അല്ലെങ്കിൽ ഈക്വൽ സെറ്റ്സ് എന്നുള്ള നൊട്ടേഷനിൽ പറയാം. യൂണിവേഴ്സൽ ആവുമ്പോ എന്താ, പാരന്റ് സെറ്റ് ആണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഡിസ്ജോയിന്റ് ആവുന്ന സമയത്ത് 2 സെറ്റുകൾ തമ്മിൽ ഒരു രീതിയിലും നമുക്ക് ഇന്റർ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് ഡിസ്ജോയിന്റ് സെറ്റ്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു പാരന്റ് സെറ്റ് ഉണ്ട്. ആ പാരന്റ് സെറ്റിൽ നിന്നും നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, റിലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിയൻ ഓഫ് സെറ്റിനെ കുറിച്ചാണ്. യൂണിയൻ ഓഫ് സെറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. യു എന്നാണ് നമ്മൾ എഴുതുക. എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിരിക്കുന്നു 1, 2, 3, 4. ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് നമുക്ക് തന്നിരിക്കുന്നു 3, 4, 5, 6. അപ്പം എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടുകൂടെ ഒരുമിച്ച് എഴുതുക. 1, 2, 3, 4 റിപ്പീറ്റഡ് ആയി വരുന്ന നമ്പർ ആവശ്യമില്ല. 5, 6. ദിസ് ഈസ് എ യൂണിയൻ ബി, യൂണിയൻ ഓഫ് സെറ്റ്. അടുത്തത് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാലും വളരെ ഈസിയാണ്. ഇത് നേരെ ഓപ്പോസിറ്റ്. അതായത് എ എന്ന് പറയുന്നത് ഇടുന്നു 1, 2, 3, 4. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട് 3, 4, 5, 6. രണ്ടിലും ഉള്ളത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 3, 3, 4, 4 അതാണ് കോമൺ അല്ലെ. അപ്പം ദാറ്റ് ഇസ് ഇന്റർസെക്ഷൻ. ക്ലിയർ അല്ലേ? സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. സോ നമ്മൾ ഇന്ന് ഇത്രയും നോക്കുന്നുള്ളൂ. സെറ്റ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ആണ് കർവി ലീനിയർ ബ്രാക്കറ്റ്സിൽ. I hope this is clear for all. Thank you.